ഞങ്ങൾക്ക് സന്തോഷം കാണാൻ നിങ്ങൾ തടിയൂർ തിരക്ക് ഇവിടെ വന്നല്ലോ. മാന്യമായിട്ടുള്ള ഒരു മനുഷ്യനാണ് മാത്രമേ ഇവിടെ വരാവൂ. ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ 100 മര്യാദയ്ക്ക് ഇവിടെ വാണിങ്ങൊന്നുമല്ല. അത് വളരെ നമ്മുടെ കൾച്ചർ തീർച്ചയായിട്ടും നല്ലൊരു മനുഷ്യനാണ്. നല്ലവരാണ് നമ്മൾ അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യും കേട്ടോ. ഡോണ്ട് വരി. എൻജോയ് ചെയ്യുന്നല്ലേ? ഓ, ഇത് ശരിക്കും വൈകുന്നേരം രാവിലെ അല്ലേ? വൈകിട്ടാ? രാവിലെയോ? രാവിലെ മഞ്ഞുണ്ടാവത്തില്ലേ? തണുപ്പ് മഞ്ഞുണ്ടാവും അല്ലേ? അടിച്ചു വിളിക്കുവാണോ? എന്താ പേരെന്താ? പേര് പറഞ്ഞേ. പേര് നാണാണോ? മോന്റെ പേരെന്താ? കൺമണി ആണോ? ഓ, അടിപൊളി പേരാണ്. അപ്പൊ കൺമണിക്കും മോന്റെ പേര് പറഞ്ഞില്ല. ഇവർ രണ്ടുപേരും ചാനലിൽ കയറി കാണുമോ? കാണും. ഓക്കെ, ആ ശരി. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഇതിപ്പം നമ്മൾ പോകുന്നത് ബാംഗ്ലൂർ ഡേയ്സ്. തെറ്റിയില്ല? ശരിയാണോ? എന്നാ തെറ്റി. ബാംഗ്ലൂർ റോഡ്, ആറന്മുളയുള്ളൊരു ബാംഗ്ലൂർ റോഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ ബാംഗ്ലൂർ ഡേയ്സ് ഞാൻ ചുമ്മാ പറഞ്ഞാണ്. അവിടെ സച്ചു കണ്ടുപിടിച്ചുകൊണ്ട് വന്നത്. സച്ചിന് ഭയങ്കര സംഭവമാണ്. നമ്മൾ ബാംഗ്ലൂർ ചെന്നൊരു ഫീലാണ് എന്നൊക്കെയാണ് പറയുന്നത്. വല്ലതും നടക്കൂടെ? ബാംഗ്ലൂർ പോയിട്ടുണ്ടോ സച്ചു? ബാംഗ്ലൂരിൽ പോയിട്ടുണ്ട്. പക്ഷെ ബാംഗ്ലൂർ സിറ്റി പോയിട്ടില്ല, മൈസൂര്. സിറ്റി മൊത്തം ടൗൺ ആണെന്ന് തോന്നില്ലേ? ബാംഗ്ലൂർ സിറ്റി മൊത്തം ടൗൺ ആണെന്ന് പറയുന്നത്. സച്ചു വിഷ്ണു പോയിട്ടുണ്ടോ? ബാംഗ്ലൂർ പോയിട്ടില്ല. പിന്നെ നിനക്കെങ്ങനെ മനസ്സിലായി ബാംഗ്ലൂർ റോഡാണെന്ന്? ബാംഗ്ലൂർ റോഡാണെന്ന് നമ്മള് ഫ്രണ്ട് പറഞ്ഞു വെച്ചാണ് നമ്മള് പോകുന്നത്. ബാംഗ്ലൂർ പോയിട്ടുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാല് ആരും പോയിട്ടില്ല. അതായത് നമുക്ക് നോക്കാം ബാംഗ്ലൂർ റോഡാണോ അതോ കേരളം തന്നെയാണോ എന്ന്. ഇത് ആറന്മുള, പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയില് നീർവ്ളാകം അല്ലേ, അങ്ങനെയാണ് സ്ഥലം പേര്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഇതാണ് 4 മണിക്കാറ്റ്. 4 മണിക്കാറ്റ് ഇതല്ലേ? ഓ, അവിടെ കോട്ടയത്തും ഉണ്ട് ഒരു 4 മണിക്കാറ്റ്. നമ്മള് കോട്ടയം ഏറ്റുമാനൂർ പോകുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ ഈ പരിസരത്ത് നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണ്. അപ്പൊ എല്ലാവരും അവിടെ തന്നെ ഇടും. ക്യാമറ എവിടെയാണ്? ക്യാമറ കണ്ട അവിടെ ഉണ്ട്. പക്ഷെ കാറ്റില്ലെന്നേ ഉള്ളു കേട്ടോ. പക്ഷെ നല്ല സ്ഥലമാണ്, നല്ല ലൊക്കേഷൻ. കുറച്ച് ഏതായാലും ഇത്രയും ഇങ്ങനെ ഭംഗിയാക്കിയിട്ടല്ലേ? ഇവിടെ ഒരു ചായ ഒക്കെ സെറ്റപ്പ് നമുക്ക് വെളിയിൽ നിന്ന് ഷൂട്ട് ചെയ്യാം. ചായ സെറ്റപ്പ് ഉണ്ടാവും വെളിയിൽ. ഇവിടോട്ട് വണ്ടി ഇവിടെ ഒതുക്കാം, അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാം. കണിക്കുന്ന കണ്ടില്ലേ പൂത്തുകറി. ഇതാണ് 4 മണിക്കാറ്റ്. ഇതെവിടെ? സ്ഥലം ഏതാ? തൊടുപുഴയോ? അല്ല, തോണിപ്പുഴ അല്ലേ? തോട്ടപ്പുളിശ്ശേരി അല്ല, മാമ്പഴ പുളിശ്ശേരിയാ. തോട്ടപ്പുളിശ്ശേരി അല്ലടാ, മാമ്പഴ പുളിശ്ശേരി. തോട്ടപ്പുളിശ്ശേരി. എന്ത് മനോഹരിത! പച്ച മനോഹരമായ പാടം ഇങ്ങനെ കിടക്കുന്ന കിടപ്പുണ്ട്. കാറ്റുണ്ട് കേട്ടോ, നല്ല കണിക്കൊന്നകളുണ്ട്. കണിക്കൊന്ന പൂത്തിരിപ്പുണ്ട്. വിഷ്ണുവാണ്. ഇതാണ് നമ്മുടെ വണ്ടി. ഇതിലാണ് നമ്മള് സ്ഥിരം യാത്ര ചെയ്യാറുണ്ട്. അപ്പുറത്തെ സൈഡോട് ഒന്ന് കാണിക്കാം. ഈ വിഷ്വൽസ് ഉണ്ട്. നല്ല ഭംഗിയാണ്. വൈകുന്നേരം ആകുമ്പോൾ ഈ വെയിലുണ്ടാവില്ല, കുറച്ച് ഭംഗിയാണ്. കുറച്ച് കസേരയിലൊക്കെ ഇടായിരുന്നു ഇല്ലേ? നീ വണ്ടി എടുത്തോണ്ട് വന്നാൽ മതി, ഞാൻ കൂടെ നടക്കാം. ഇതാര് ചെയ്താലും നല്ല ഭംഗിയായിട്ടുണ്ട്. ണ്ട് നല്ല ഭംഗിയായിട്ട് ഇവിടെയൊക്കെ തീരുന്നത്. എന്നാലും പ്ലാസ്റ്റിക് ഒക്കെ ഇഷ്ടം. വെള്ളമുണ്ട്, നല്ല തെളിവ് വെള്ളം. നീരാണ്, പക്ഷെ അവിടെ പ്ലാസ്റ്റിക് ഉണ്ട്.
ഇവിടെയൊക്കെ ശരിക്കും കുറച്ച് താമരകൾ ഇട്ട് കഴിഞ്ഞാൽ ഭംഗിയായിട്ട് കിടക്കും ഇല്ലേ? ഇവിടെ CC ക്യാമറ വെച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സ്പോൺസർഡ് ബൈ CCRA. അതെ, ഇവിടെ ഇരിക്കാനുള്ള ടൈലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ നല്ല തണലുണ്ട്. ആഹാ, ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലെ ഭംഗിയാക്കാൻ ചെറിയ ചെറിയ ഒന്ന് ചെത്തി വാരിയാൽ മതി ഇല്ലേ? പുല്ലൊക്കെ ഒന്ന് ചെത്തി വാരിയാൽ തന്നെ നല്ല ഭംഗിയാവും. കണ്ടോ? ഇത് ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. 4 മണിക്കാറ്റെന്നാണ് ഇതിന് പറയുന്നത്. 4 മണിക്കാറ്റ് കോട്ടയുണ്ട്. ഇത് നമ്മുടെ ആറന്മുള കോഴഞ്ചേരി അടുത്താണ്. നല്ല വിശാലമായ പാടങ്ങളും. നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് നമ്മുടെ സാരഥി അങ്ങോട്ട് നീക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ വരെ നടന്നു പോകാം. അപ്പം അടുത്ത ഡെസ്റ്റിനേഷനിൽ നമുക്ക് പോകാം. ഓക്കെ. കോഴിപ്പാലം എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ? എന്താർത്ഥത്തിലാണ് ഇവിടെ പണ്ട് ചിക്കൻ സെന്റർ എല്ലാം ഉണ്ടായിരുന്നു. പണ്ട് രാജാവിന്റെ കാലത്ത് ഇവിടെ ചിക്കൻ സെന്റർ ഉണ്ടായിരുന്നു. അപ്പൊ രാജാവിന്റെ മറ്റേ കാര്യസ്ഥൻ ചിക്കൻ മേടിക്കാൻ വന്നോണ്ടിരുന്നില്ലേ ഈ പാലത്തിൽ നിന്ന്. അങ്ങനെയാണ് ഇവിടെ ഇവിടെ നമ്മൾ ലെഫ്റ്റാ. കോഴിപ്പാലം കഴിഞ്ഞ ഉടനെ ലെഫ്റ്റ് തിരിയാ. അപ്പൊ മറക്കണ്ട് പണ്ട് രാജാവിന്റെ ചിക്കൻ സെന്ററിൽ നിന്ന് ലെഫ്റ്റ് തിരിയാണ്. ഞങ്ങളുണ്ടാക്കിയ ഐതിഹ്യമാണ് കേട്ടോ. ഇതിന്റെ കമന്റ് ബോക്സിൽ ഒന്ന് തെറി വിളിക്കാൻ നിൽക്കില്ല. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ടല്ലേ, വയൽക്കാറ്റ് നീർവളാകം വൃത്തിയായി സൂക്ഷിക്കുക, പാർക്കിങ് മധ്യ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. രാജേഷ്, റെയിലു, ആനന്ദു. അപ്പൊ ഇവര് ജസ്റ്റ് നമ്മളായിട്ട് നല്ല കമ്പനിയായി. എല്ലാവരോടും വരിക. അപ്പം ഏറ്റവും എനിക്ക് സന്തോഷം എന്താ വെച്ചാൽ എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ മാത്രമല്ല വളരെ മാന്യമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. മാത്രമേ ഇവിടെ വരാവൂ. ഇവിടെ കിട്ടാന്ന് പറഞ്ഞാൽ 100 മര്യാദയ്ക്ക് കേട്ടല്ലോ. അതൊരു വാണിംഗ് കൂടെ അല്ലേ? വാണിംഗല്ല, അത് വളരെ നമ്മുടെ കൾച്ചർ തീർച്ചയായിട്ടും നല്ലൊരു മനുഷ്യനാണ്. നല്ലവരാണ്. നമ്മൾ അതുപോലെ തന്നെ കേട്ടോ. ഡോണ്ട് വരി. എല്ലാവരും വരണം കേട്ടോ. എല്ലാവരും വരണം. നല്ലവരായ മാന്യന്മാരായ ഏത് ഭക്തജനങ്ങൾക്ക് ഉടനെ ഉത്സവം വരുന്നുണ്ട് അമ്പലത്തില്. ഏപ്രിൽ 11-10 അല്ലേ? ആ ടൈം ഇവിടെ ആയിരിക്കും ആഘോഷം. എല്ലാവരും വരണം. അമ്പലം നീർളാകം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. എല്ലാവരും വരിക. തീർച്ചയായിട്ടും എല്ലാവരും വരണം. കാരണം ഇത് ഫേമസാ, അറിയാം. കാവടിയാട്ടമുണ്ട്, അതുപോലെ ഉണ്ട്. അപ്പൊ എല്ലാരും ഉത്സവത്തിന് പങ്കെടുക്കുക. ഡേറ്റും ഡീറ്റെയിൽസും എല്ലാം ഉണ്ട്. ഇതിന്റെ വിഷ്വൽ ബ്യൂട്ടിയാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ അല്ലേ? അത്യാവശ്യം സ്ഥലം പൊളിയാ. ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് ഊഞ്ഞാലാടാനും പാടങ്ങളും ഉണ്ട്. കാറ്റുകൾ നൈസ്, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ആണ് ഗൈസ്. ബ്യൂട്ടിഫുൾ ആണ്. ഹായ്, ചേട്ടൻ്റെ വീട് വീട്ടിലുള്ളതാണ്. അപ്പുറത്തും നല്ല അറ്റ്മോസ്ഫിയർ അല്ലേ? ഫാമിലിക്കൊക്കെ വന്നിട്ട് വൈകിട്ട് ഫാമിലി ആയിട്ട് ശരി. വീട് എവിടെ? തൊട്ടടുത്ത് തന്നെ. ഓക്കെ. ഇവരെ ഫോട്ടോഷൂട്ടാണോ? ഫോട്ടോഷൂട്ടാണോ? ആ നടക്കട്ടെ. ഞാൻ ചാനലിൽ നിന്നാണേ, സ്വന്തം ചാനലിൽ നിന്ന് GK സ്നാപ്ഷൂട്ട്. ഇവിടെ ഒരു ചെറിയ പാലമുണ്ട്. ബാറ്ററി ഡൗൺ ആയിട്ടുണ്ട് അല്ലേ? ലോ ബാറ്ററി, 5% റിമൈനിങ്. ഗൈസ് ക്യാമറ ചതിച്ചു ഗൈസ്, ബാറ്ററി ചത്തു. അത് നമ്മളെ ഒരു 10 മിനിറ്റ് റെക്കോർഡ് ചെയ്തപ്പോഴത്തേക്ക് പോയി. പിന്നെ നമ്മുടെ S23-ലാണ് ബാക്കിയുള്ള വിഷ്വൽസ് എടുത്തത്. പാലത്തിൻ്റെ പെയിൻറ്റിങ് ഉണ്ട്, നല്ല സ്റ്റൈലായിട്ടുണ്ട് അല്ലേ? അതെ, പൊളി വൈബാണ്.
ഈ കാണുന്ന പാടം ഇതുവഴി നേരെ നടന്ന് ഇതേ ആ പാടത്തിൻ്റെ അങ്ങേ എൻഡിലേക്ക് പോകാൻ പറ്റും. ഇവിടുത്തെ വിഷ്വൽസും കണ്ടു. അപ്പോൾ ബാംഗ്ലൂർ റോഡ്സിൽ ഒരു ഊഞ്ഞാലിൽ നിന്ന് ഇത് കൊച്ചു ക്ലാസ്സുകളാണ്, ജസ്റ്റ് ഫണ്ട് കയറിയുക. കൊച്ചുള്ള കാര്യം കണ്ടാലേ ഓടിച്ച് വയറിളക്കുമ്പോ പോയിക്കാം. ഷൂട്ടിങ്ങിന് ഒരു രക്ഷയില്ല. ഫോട്ടോഷൂട്ടുകൾക്ക് പറ്റിയ സ്ഥലം തന്നെയാണ്. നല്ല പ്രൈം ലൊക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ വരാവുന്ന സ്ഥലമാണ്. ഞാൻ ഷോർട്ട് ഫിലിംസ് അത് തന്നെ ഷോർട്ട് ഫിലിം ഈ ഓടയൊക്കെ യൂസ് ചെയ്യാം. ഓടയല്ല സോറി, അത് തോടിൻ്റെ അടിവശമൊക്കെ കറക്റ്റ് യൂസ് ചെയ്യാം. പല ലൊക്കേഷൻസ് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വീഡിയോ ഷൂട്ടൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞ് ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റൂല്ലേ. കറക്റ്റ് ലൊക്കേഷൻ സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന മാതിരിയുണ്ട്. സിനിമ ഷൂട്ടിങ്ങിന് പാടത്തെ അത് തന്നെ കറക്റ്റ് സെറ്റ്. വഴി ഇതാണ്, വഴിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ രസമുണ്ട് ഫോട്ടോഷൂട്ടിന്, കല്യാണ ഫോട്ടോഷൂട്ടുകൾക്ക് അത് തന്നെ കല്യാണ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റും. റോഡ് തകർന്ന് കിടക്കുവാണ് ഗൈസ്. ഓഫ് റോഡിങ് ആണ്. ഇത്രയും ഒരു എനിക്ക് തോന്നുന്നു ഈ റോഡ് ഏകദേശം ഒരു 500 മീറ്റർ കാണും അല്ലേ? 500 മീറ്റർ കാണും. നമുക്കവിടെ ഒരു ഫാമിലിയെ പരിചയപ്പെട്ടു. അവരെല്ലാം എൻജോയ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ വിഷ്വൽസ്. ഇരുന്ന് പോയില്ലേ, ഭയങ്കര ഭംഗി. ഇരുന്ന് സച്ചു ഇരുന്നാണ് തള്ളിക്കൊണ്ടിരിക്കുന്നത്. അതന്നെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബാംഗ്ലൂർ ഡേയ്സ് അല്ല കേട്ടോ, ബാംഗ്ലൂർ റോഡ്സ്. ചുമ്മാ പറഞ്ഞാണ്. ബാംഗ്ലൂർ റോഡ്സിൻ്റെ കണ്ടത്തിൻ്റെ നടുക്കിൽ നിന്ന് സൈൻ ഓഫ് വ്യൂ ആണ് ഫ്രം GK സ്നാപ്ഷോട്ട്. നട്ടുച്ചയ്ക്ക് അതാണ് ഞങ്ങൾ വെയിൽ കൊണ്ട് ഷൂട്ട് ചെയ്യും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സോ സൈനിങ് ഓഫ് ഫ്രം ബാംഗ്ലൂർ റോഡ്സ്.